ഒരു ഓർമ്മിച്ചാൻ പറ്റിയത് കൊടുത്ത് നിർത്താന്ന് വിചാരിച്ചത്. കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതല്ലേ, എല്ലാവർക്കും ഒരു ആവേശമുള്ള സംഗതിയാണ് എന്ത് കല്യാണം എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ മറക്കൂല. അതാ ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അത് ഇപ്പോൾ കണ്ടങ്ങൾ പറഞ്ഞപ്പാത്തിന് എല്ലാവർക്കും ഓർമ്മയല്ല കല്യാണം. വയസ്സായ വല്യമ്മാനെയും കൊണ്ട് അജ്ജിന് പോയി ഒരു കുട്ടി, ചെറുപ്പക്കാരൻ. മക്കത്ത് വലിയ തിരക്ക് കണ്ടപ്പോൾ ഉമ്മാക്ക് നടക്കാൻ പറ്റൂല എഴുതിയിട്ട് ഓനൊരു തുണി കൊണ്ടൊരു തൊട്ടിലുണ്ടാക്കിയിട്ട് അത് തോളിലിട്ടിങ്ങാണ്ട് വല്യമ്മാൻ അതിൽ കടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. തീരെ വെച്ച. അപ്പോൾ ഒരാൾ ഈ തൊട്ടിലേക്ക് ഇങ്ങനെ നോക്കിയാണ്ട് വെച്ച് എന്താ കുട്ടിയത് ചോദിച്ചു. അപ്പോൾ ഈ വല്യമ്മാനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിനെങ്ങനെ കൊണ്ടുപോകണം, ഇതിനെ നല്ലൊരു പുതിയ ആപ്പിളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരന് ദേഷ്യം പിടിച്ചു. നിങ്ങൾ ഈ കുഴപ്പത്തിങ്ങൾക്ക് തവാഫിന് കൊടുത്തി മാണ്ടാത്ത വർത്താനമായിട്ട്. അപ്പം ഇവർ രണ്ടാളും തമ്മിൽ വർത്താനം കൊണല്ല എന്ന് കണ്ടപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, കുട്ടിയെ ആരെങ്കിലും കാര്യം പറയുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിച്ചെടുത്തിട്ടോ, അങ്ങനത്തെ സംഗതിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതായിരിക്കും ഒരു റായത്താണ്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നോക്കി, അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മമാരെ പഠിപ്പിക്കുന്നത്, സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ കയ്യിലുള്ള വിവരം വെച്ചുകൊണ്ട് നമ്മൾ വേണ്ടതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ. ഇപ്പൊ ഞാൻ ആയത്തുൽ കുർസിയെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബ് ഏകദേശം 600 പേജിലധികമുണ്ട്. ആയത്തുൽ കുർസി മാത്രമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങൾ കാണും ആയത്തുൽ കുർസിയുടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട് പറയാണ്, വലിയൊരു തറവാട് പറഞ്ഞു കൊടുത്തിട്ട് അവിടെ പോയി നോക്കുക, അവിടെ ഇന്ന പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ കുട്ടിനെ കല്യാണം അന്വേഷിച്ച് പോയിക്കോ. ആ സ്വഹാബി ആ വീട്ടിലേക്കാണ് കയറിയിട്ട് പറഞ്ഞു, അന റസൂലുള്ളാഹി, ഞാൻ മുത്തുനബി പറഞ്ഞയച്ചിട്ട് വരികയാണ്, ഇവിടെ ഇന്ന പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടോ, ആ കുട്ടിനെ എന്നെ കൊണ്ട് കെട്ടിച്ചാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അല്ലാഹു റബ്ബി, അതാണ് കേട്ടപ്പോ ആ വീട്ടുകാര് ഉമ്മയും ബാപ്പിയും ഒരു ചെറിയൊരു കുസുകുസു പറഞ്ഞുങ്ങാണ്ട് ഓലൗത്തുക്കാൻ പോയിട്ട് ആ പെൺകുട്ടിനോട് കല്യാണത്തിന്റെ വിവരം പറയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ട്, ആണായാലും പെണ്ണായാലും. നമുക്കൊരു കല്യാണം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബി, അത് ഒരു കുടുംബം ആലോചിച്ച് തീരുമാനിച്ച് നടത്തേണ്ട സംഗതിയാണ് കല്യാണം എന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മൾ വാട്സപ്പ് തെരഞ്ഞു പിടിച്ചേണ്ട സംഗതി അല്ല ഒരു കല്യാണം എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ കല്യാണ വിഷയങ്ങളൊക്കെ എങ്ങനെയായി? പെൺകുട്ടികൾ ഓർക്ക് പുതിയാപ്പിളിനെ ആരെന്നെ കണ്ടെത്തുകയാണ്? പെൺകുട്ടികളെന്നെ കണ്ടെത്തുകയാണ്. ഇതേ ആൺകുട്ടികൾ തന്നെ ആരെ കണ്ടെത്തുകയാണ്? ഓർക്ക് പറ്റിയ പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഈ വാട്സപ്പ് എന്നൊക്കെ കണ്ടുപിടിക്കാണ് പെണ്ണുങ്ങൾ. അല്ലാ, നോക്കുമ്പോ എന്താ ഒരു പെണ്ണ്, ഓക്ക് 19.5 വയസ്സായിട്ടുള്ളൂ. ഓക്ക് എത്ര വയസ്സ്? 19.5 വയസ്സ്. പടച്ചോനെ, ഓനാണെങ്കിലോ ഓന് 48. രണ്ടാളും കൂടി ഇങ്ങനെ പൂണുണ്ടാ ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണമായിരുന്നു. അപ്പൊ ഇത് എവിടുന്നേ കിട്ടിയെന്ന് ചോദിച്ചു നോക്കുമ്പോ അത് വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. വാട്സപ്പിൽ ഇതൊന്നും കാണൂലല്ലോ. ഞാൻ എൻ്റെ പെൺമക്കളോടും ആൺമക്കളോടും ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ, നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളമ്മക്കൊരു പൂതിണ്ട്, ഇന്റെ കുട്ടിക്കൊരു പുതിയാപ്പള. നമ്മളമ്മക്കൊരു പൂതിണ്ട്, ഇന്റെ കുട്ടിക്കൊരു പെണ്ണ്. അങ്ങനെ ഉമ്മയും ബാപ്പിയും അത്ര ഓമനിച്ചും താലോലിച്ചും സന്തോഷിച്ചും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളായിട്ട് സ്വന്തം പോയി കണ്ടുപിടിച്ചാൽ നിൽക്കണ്ട. ഇനി അഥവാ അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ ഉമ്മാനോടും ബാപ്പാനോടൊക്കെ പറഞ്ഞിട്ടൊരു പൊരുത്തം നോക്കിയിട്ടേ നിൽക്കണ്ടി. അല്ലാതെ നമ്മൾ ഒരു ദിവസം രാത്രിയാണ് കാണാനില്ലാതെ ആകുക. അങ്ങനെ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഈ ഉൾരാജ്യത്തൊന്നും ഇല്ലാത്ത കാര്യമല്ല, പല സ്ഥലത്തും അങ്ങനത്തെ ഒക്കെ നടക്കുകയാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ കേസൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? നാളെ ആരോ പറഞ്ഞു ഇവിടെ പൊക്കെ അങ്ങനത്തെ തന്നെയാണ്. അല്ലാഹു റബ്ബി, അങ്ങനത്തെ അല്ലാത്ത ഏതാന്ന് നോക്കണ്ടേ, പടച്ചോൻ കാക്കട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മളൊരു കല്യാണം പോലത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ മക്കളെ, ഇത് ഒരു ദിവസത്തേക്കും അര ദിവസത്തേക്കുമുള്ള ഒരു ഏർപ്പാടല്ല. ജീവിതത്തിന്റെ മുഴുവൻ കാലത്തേക്കുമാണ് ഒരു ഇണജീവിതം. ഒരു ഇണജീവിതം അത് താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയുള്ള കണ്ടെത്തലല്ല. ഇപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ 10 മിനിറ്റിലും ഒരു ആത്മഹത്യയും ഒരു കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന്റെ ബഹുഭൂരിഭാഗവും ഏതാണ്? അധികം പെൺകുട്ടികളെ കൊല ചെയ്യപ്പെടലാണ്. എന്താ കാരണം? പെൺകുട്ടികൾ അവരെ തടി മറന്നുകൊണ്ട് അവര് പലപ്പോഴും പലതിന്റെ പിന്നാലെയും പോവുകയാണ്. സഹോദരിമാർ മനസ്സിലാക്കണം. ഈയിടെ ഒരു ഉമ്മ ഗർഭകാലത്ത് വാപ്പ മരിച്ചതാണ്.
പിന്നെ ആ അമ്മ പ്രസവിച്ചു പെൺകുട്ടി. ആ പെൺകുട്ടിനെ അമ്മ നോക്കി നോക്കി വളർത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ബഷീർ മാഷ നിങ്ങൾക്കിത് നാടാണല്ലോ അല്ലേ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ നമ്മളവിടെ ഒരു സംഭവം മനസ്സിലാക്കണം. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ ഉമ്മാക്ക് കല്യാണം വന്നു. ആ ഉമ്മാന്റെ ആരോഗ്യം നശിച്ചിട്ടില്ലല്ലോ. കല്യാണം വന്നപ്പോ ഭർത്താവ് മരിച്ചിരിക്കുന്ന ആ ഉമ്മ, പടച്ചോനെ എന്റെ കുട്ടി എന്ന് വിചാരിച്ചിട്ട് ആ ഉമ്മ വലിയൊരു കല്യാണത്തിന് നിന്നില്ല. കുട്ടിന്റെ മേത്താണ്. വാപ്പ മരിച്ചപ്പോ ഈ പെൺകുട്ടിയും കൂടി ആയപ്പോ ആ കുട്ടിനെ മുഴുവൻ സംരക്ഷണം എടുത്ത് ഉമ്മ ജീവിക്കാൻ. ഉമ്മ ആ കുട്ടിനെ പോറ്റി 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു. ഇപ്പൊ ഈ പെൺകുട്ടി ഡിഗ്രി 2ാം വർഷത്തിലാണ്. ഡിഗ്രി 2ാം വർഷത്തിൽ പഠിക്കാൻ, ഡിഗ്രി 2nd ഇയറിന് പഠിക്കണ സമയത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉമ്മാക്ക് മോളെ കാണാനില്ല. എവിടെ പോയി മോള്? നാട്ടിലെ ചില ആളുകൾക്കൊക്കെ സ്വകാര്യമായിട്ട് അറിയാം ഈ പെൺകുട്ടിക്ക് ചില അവിഹിത ബന്ധങ്ങളുണ്ട്. പക്ഷേ ഈ ഉമ്മയും മോളും നിൽക്കണ ഒരു അറ്റാച്ച്മെന്റിൽ അത് പറയാനാർക്കും കഴിയില്ല. അത്രയാണ് ഉമ്മ മോളെ നോക്കണത്. ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ഒരു ദിവസം രാത്രി ഉമ്മ സുബൈക്ക് നീച്ച് നോക്കുമ്പോൾ പെണ്ണിനെ കാണാനല്ല. ആ റൂമിൽ നോക്കി, ഈ റൂമിൽ നോക്കി, അവിടെ നോക്കി, ഇവിടെ നോക്കി, ആരോക്കത്ത് നോക്കി. ഉമ്മ പേടിച്ച് പരക്കം പാഞ്ഞ് പടച്ചോനെ എന്റെ കുട്ടി അവിടെ പോയി. അയൽവക്കക്കാരൊക്കെ വിവരം അറിഞ്ഞ്, അയൽവാസികൾക്ക് ഇത് വേഗം മനസ്സിലായി. ഇനി പെൺകുട്ടി രാത്രി സമയത്ത് ഉമ്മാനെ കിടത്തി ഉടക്കിയിട്ട് ഉമ്മാനെ ഉറക്കി കിടത്തിയിട്ട് പെൺകുട്ടി മറ്റൊരാളെ കൂടെ ഓടിപ്പോയതാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് അവസാനം പോലീസ് സ്റ്റേഷനിലായി. പോലീസുകാർ കണ്ടെത്തി. മൈസൂരിലോ ഊട്ടിയിലോ അവിടെ എങ്ങാണ്ടും വെച്ചിട്ട് അവരെ കണ്ടെത്തി. പെൺകുട്ടിയെയും കാമുകനെയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാക്കുമ്പോൾ ആ ഉമ്മാന്റെ മനസ്സ്, പടച്ചോനെ എന്റെ മോളെ കണ്ടല്ലോ, ജീവൻ ബാക്കിയുണ്ടല്ലോ എന്റെ കുട്ടിക്ക്. കോടതിയിൽ ചെല്ലാൻ വേണ്ടി പറയുമ്പോ ഉമ്മ ഇതുവരെ പോറ്റി ആ സ്നേഹം വെച്ചിട്ട് കോടതിക്ക് പോവുകയാണ്. എന്റെ കുട്ടീനെ കണ്ടാ എന്റെ ഒപ്പം പോരുന്നുള്ള ഉറപ്പിലാണ് ഉമ്മ പോണത്. ഉമ്മ കോടതിയിൽ ചെന്നിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ വരുന്നുണ്ട്. ഉമ്മ നിൽക്കണ ഭാഗത്തേക്ക് ആ പെണ്ണ് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. സുബ്ഹാനല്ലാഹ്. കോടതി ആ പെണ്ണിനോട് ചോദിച്ചു, അതാരാണ്? അത് എന്റെ ഉമ്മയാണ്. നീ ഉമ്മയുടെ കൂടെ പോണോ അതല്ല നിന്റെ ഈ കാമുകന്റെ കൂടെ പോണോ? ആ പെൺകുട്ടി പരസ്യമായിട്ട് ഞാൻ ഇവന്റെ കൂടെ പോയിക്കോളാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ കോടതിയിൽ ബോധരഹിതയായി വീണു. ഉമ്മാനെ ഓട്ടോറിക്ഷയിലേക്ക് മറ്റുള്ള ആളുകൾ താങ്ങിയെടുത്ത് കിടത്തിയിട്ട് ഉമ്മ വീട്ടിൽ വന്ന ശേഷം സുബ്ഹാനല്ലാഹ് ആ ഉമ്മ തികച്ചും പറഞ്ഞാൽ 1 വർഷമായി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു കല്യാണത്തിന് ആ ഉമ്മ പോയിട്ടില്ല, ഒരു മരിച്ച വീട്ടിൽ പോയിട്ടില്ല. അങ്ങനെ മകളെ കാണാത്ത വേദനയും വിഷമവും എന്റെ മകള് എന്ത് തന്നെ ആയാലും ഉമ്മാക്ക് മറക്കാൻ കഴിയാത്തത്. ഞാൻ ആ കോടതിയിൽ വെച്ചുകൊണ്ട് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഞാനവിടെ വീണ് കടന്നിട്ട് ഒരു അന്യ പുരുഷൻ എന്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ല. ഞാനവിടെ ബോധമില്ലാതെ വീണ് കടന്നിട്ട് പോലും എന്റെ മകളെന്നെ കാണാൻ വന്നില്ലല്ലോ. ആ ഉമ്മാന്റെ സങ്കടം 1 വർഷം കണ്ണീരിന്റെ മഴയിൽ ജീവിക്കാണ്. 1 വർഷം കഴിഞ്ഞു. അപ്പണ്ട് ഒരു ദിവസം ആ ഉമ്മാന്റെ വീട്ടിക്ക് 2 മൂല്യന്മാരും 3 കാരണന്മാരും ഇങ്ങനെ വരുന്നേ. അപ്പൊ എന്താ സംഭവം? ഈ പെണ്ണ് വാട്സപ്പ് കിട്ടിയ പുതിയാപ്പളുടെ കൂടെ പോയതാണ്. 1 വർഷം കഴിഞ്ഞു. അവള് ഗർഭം തികഞ്ഞു. ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടി നോക്കുമ്പോൾ നല്ലൊരു പെൺകുട്ടി. പക്ഷെ എന്താ സംഗതി? കുട്ടിക്ക് മുച്ചിറിയാണ്. മുച്ചിറി പറഞ്ഞാൽ മനസ്സിലായില്ല എനിക്ക്? ഈ ചുണ്ടിന്റെ ബടല്ല, 2 ചുണ്ടും കൂടി മേലെ ചുണ്ട് കൂടണില്ല, ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒഴിവാ. അതുകൊണ്ട് മൂക്കിന്റെ ഈ പാലം മുറിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പൊന്തിയാ നിൽക്കണത്. ഇങ്ങനെയാണ് കുട്ടി. പ്രസവ വാർഡിൽ നിന്ന് പ്രസവം കഴിഞ്ഞ് പുറത്ത് കാത്തു നിൽക്കണ ഈ കുട്ടിനെ ഈ പെണ്ണിനെ ചാടിച്ചുകൊണ്ടേ ചങ്ങായി ഉണ്ടല്ല, അല്ലാഹു റബ്ബി, പുറത്ത് കാത്തു നിൽക്കണ ഇവന് സിസ്റ്റർമാർ കൊണ്ടുവന്നിട്ട് ആദ്യം പെൺകുട്ടിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ പെൺകുട്ടിനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ആവേശത്തോടു കൂടെ നോക്കാൻ വേണ്ടി വന്ന ഇവൻ കുട്ടിനെ കണ്ടിട്ട് മൂക്കും ചെറിയൊക്കെ പണിങ്ങനെ മുച്ചിറിയായി കണ്ടപ്പോ ആ സമയത്താണ് പോയതാണ് ഇവൻ. പിന്നെ ഓനെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല. പ്രസവ വാർഡിൽ നിന്ന് വാർഡിലേക്ക് വന്നു. 3 ദിവസം കഴിഞ്ഞു. ആരെങ്കിലും ഈ പെണ്ണിനെ കാണാൻ വരുന്നുണ്ടോ, കേൾക്കാൻ വരുന്നുണ്ടോ, ചോദിക്കാൻ വരുന്നുണ്ടോ? ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പതിവുണ്ട്. എന്താണത്? പ്രസവിച്ചവരെ ഒരു കാറ് വിളിച്ചിട്ട് എന്താക്കും, ഇവിടെ ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കാണ്.
അവിടേക്ക് എത്തിച്ചു കൊടുത്തു. ആ ക്വാർട്ടേഴ്സിൽ വേറെ 2 കുടുംബങ്ങൾ സാധുക്കൾ താമസിക്കുന്നുണ്ട്. ഈ പ്രസവിച്ച പെണ്ണിനെ നോക്കാൻ ആരുമില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല, കുളിപ്പിക്കാൻ ആളില്ല, ഒന്നിനും ആളില്ല. ആ പെണ്ണ് അവിടെ കടന്ന് നരകിച്ചു. ഈ ക്വാർട്ടേഴ്സിൽ 2 വീട്ടുകാർ പാവങ്ങൾ എപ്പോഴെങ്കിലും വല്ലതും കൊടുത്താൽ അത് കഴിക്കലായി. പ്രസവാനന്തരം 40 ദിവസമായപ്പോഴേക്കും വല്ലാത്ത കഷ്ടപ്പാട്. ആ ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ മഹല്ല് കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. മഹല്ല് കമ്മിറ്റി പെണ്ണിനെ വന്ന് സമീപിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് വീട്? ഇവളെടുത്ത് എന്താ ഉള്ളത്? ഈ കാമുകനായി കിട്ടിയ പുതിയാപ്പളുണ്ടല്ലോ, ഓനെ പറ്റിയിട്ട് ബക്കെന്താ അറിയാ? ഒരു മൊബൈൽ നമ്പർ മാത്രം. ആ മൊബൈൽ നമ്പർ ഇപ്പൊ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഓൻ ആ സിമ്മൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓൻ പോണ പോക്ക് പോയി. ഓ മോളെ, നീ ഒന്ന് ആലോചിച്ചോ. ആ മഹല്ല് കമ്മിറ്റി അന്വേഷിച്ചു പോലെ. അപ്പൊ ഇന്ന സ്ഥലത്തിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മാനെ തെരഞ്ഞു വന്നതാണ് ആ മഹല്ലത്തിലെ കാളിയാരും ഒരു കമ്മിറ്റിക്കാരനും. ഇവിടുത്തെ മഹല്ലത്തിൽ വന്ന് ചോദിച്ചപ്പം അങ്ങനെ ഒരു ഉമ്മ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ വന്നു. അപ്പൊ ആ ഉമ്മാനത്തേക്ക് ഇവിടുത്തെ കാളിയാരും 2 കമ്മിറ്റിക്കാരും, 3 കമ്മിറ്റിക്കാരായ ആൾക്കാരും 2 മൂല്യന്മാരും ഉണ്ട്. ഒരു കൊല്ലം പൂർത്തിയായ സമയത്ത് ഈ ഉമ്മാന്റെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു. അപ്പൊ അമ്മാനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേരുള്ള മകളുണ്ടോ? ആ ഉണ്ട്. ഓളെവിടെ പോയി? ഓളെവിടെ ഉള്ളത് എന്ന് അറിയില്ല, ഒരു കൊല്ലായല്ലോ പോയിട്ട്. ആ ഉമ്മ കരയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങളെ മകൾ ഇങ്ങനെ പ്രസവിച്ചു, അവളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭർത്താവ് പോയിട്ടുണ്ട്, അവളിപ്പോ പട്ടിണി കടന്ന് മരിക്കാൻ പോവാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. ആ ഉമ്മ പറഞ്ഞു, ഓളെ മരിച്ചാലും വേണ്ട ജനിച്ചാലും വേണ്ടിയില്ല, എന്റെ പരീക്ക് അവളെ കൊണ്ടുവരണ്ട. ഞാന് ഒരു കൊല്ലമായി ഇവിടെ കണ്ണീര് കുടിച്ച് ജീവിക്കാണ്. എന്റെ മോളെ ബാപ്പ പ്രസവത്തിന്റെ ഓൾക്ക് 7 മാസമായപ്പം ഭർത്താവാണ് മരിച്ചിട്ട്. ഞാൻ എൻ്റെ മോളെ പോറ്റി വളർത്തിയവർക്ക് 20 വയസ്സ് കഴിഞ്ഞു. പാതിരാ സമയത്ത് എന്നെ ഉറക്കിക്കടത്തിയിട്ട് മിണ്ടാതെ പോയ ഓളെ കോടതിയിൽ വെച്ചിട്ട് ഞാൻ ബോധം കെട്ട് വീണിട്ട് പോലും എൻ്റെ അടുത്തേക്ക് വരാത്ത എൻ്റെ മകളുണ്ടല്ലോ, അവളവിടെ പട്ടിണി കിടന്നോട്ടെ, എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട. ഈ നാട്ടിലെല്ലാം നിങ്ങൾ വിവരം അറിയിച്ചോളും. ഇനി ഒരു പെണ്ണിനിങ്ങനെ പോകാൻ പൂതി വരരുത്, ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂലായിരുന്നു ആ ഉമ്മ. ഒരു കൊല്ലമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ, ഒരു കൊല്ലമായി ഞാൻ ഒരു കല്യാണത്തിന് പോകാതെ, എൻ്റെ കുടുംബത്തിൻ്റെ ആൾ ഇതിനിടയ്ക്ക് മരിച്ചു, എന്നിട്ട് പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എൻ്റെ മകള് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമാണ്. പക്ഷേ പോറ്റി വളർത്തിയ എന്നോട് ആ മകൾക്കൊരൽപ്പം ദയ തോന്നിയില്ലല്ലോ. ആ പറഞ്ഞ ആ ഉമ്മ പൊട്ടിക്കരയാണ്. ഓ പ്രിയപ്പെട്ട മക്കളെ, തൽക്കാലം വാട്സപ്പിലോ അല്ലെങ്കിൽ തൽക്കാലം വേറെ നിലക്കൊക്കെ പറഞ്ഞു പറ്റിച്ച് ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും. ചോര ഊറ്റി കുടിക്കാൻ കഴുകന്മാരുണ്ടാകും. അവരെ പഞ്ചാര വാക്ക് കേട്ടിട്ട് ദിവസം നമ്മളെ പത്രം ഇങ്ങനെ നോക്കിയാൽ വിവാഹം വാഗ്ദാനം ചെയ്തു, എന്നെ ലോഡ്ജിക്ക് കൊണ്ടുപോയി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. ആ വാർത്ത ഇല്ലാത്ത ഒരു പേപ്പർ ഇപ്പൊ പത്രത്തിലുണ്ടോ? ഇന്നത്തെ പത്രത്തിലടക്കം നമുക്ക് കാണാം. ചിലപ്പോൾ വാഗ്ദത്തം ചെയ്തത് വലിയ ആളായിരിക്കും, ചെറിയ ആളായിരിക്കും, മുതലാളിയായിരിക്കും, വിദ്യാഭ്യാസമുള്ളതായിരിക്കും, ബാക്കിയുള്ളവരായിരിക്കും, ആരൊക്കെ ഉണ്ടാകും അതിൽ. ഓ എൻ്റെ പ്രിയപ്പെട്ട മോളെ, നിന്റെ തടിയും നിന്റെ അഭിമാനവും നിന്റെ കുടുംബവും നിന്റെ ജീവിതവും കാക്കാൻ നീ പഠിച്ചിരിക്കണം. ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലികം ഓടിക്കൂടാനുള്ളതല്ല. മനുഷ്യന് ദുനിയാവിലെ ജീവിതത്തിൽ മുഴുവനും നാളെ പാരത്രിക ലോകത്തും ഇതേ ഭാര്യ ഭർത്താക്കൾ സന്തോഷത്തിൽ സ്വർഗത്തിലിരിക്കും. വിവാഹം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് വിവാഹം. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ, ഹവ്വാ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ. അവിടെ വെച്ചുകൊണ്ട് ഹവ്വാ ബീവിയെ ആദം നബി നിക്കാഹ് ചെയ്തു. അപ്പൊ നിക്കാഹിന്റെ തുടക്കം സ്വർഗത്തിലാണ്. ഭൂമിയിൽ വന്നിട്ട് അവര് വിവാഹ ജീവിതത്തിന്റെ കുടുംബ ജീവിതം ആരംഭിച്ചു. അറഫയിൽ വെച്ചുകൊണ്ടാണ് രണ്ടാളും പിന്നെ കണ്ടുമുട്ടുന്നത്. അതാണ് അറഫ. ഉമ്മയും ബാപ്പയും ഒരുമിച്ച് കൂടിയ സ്ഥലം അറഫ. ഉമ്മയും ബാപ്പയും സന്തോഷിച്ച സ്ഥലം അതാണ് അറഫ. അവിടെ വന്ന് ഭൂമിയിൽ വന്നുകൊണ്ട് അവർ താമസിച്ചു. അള്ളാഹു റബ്ബി ഹവ്വാ പ്രസവിച്ചു, മക്കളായി, മക്കൾക്ക് മക്കളായി. ആ കുടുംബ ജീവിതം ഇന്നും തുടരുകയാണ്. ഒരു വിവാഹം എന്ന് പറയുമ്പോൾ വാപ്പ ഉമ്മ കുടുംബങ്ങൾ അന്വേഷിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസ യോഗ്യത. ബാക്കികൾ നിങ്ങൾ നോക്കൂ. ഒരു കല്യാണത്തിന് എന്താണ്? നിങ്ങളൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കാമെന്നും അങ്ങോട്ട് കല്യാണം കഴിക്കാമെന്നും ഏകദേശം പുറത്തുനിന്ന് ധാരണയാകുന്ന പെണ്ണിനെ പുരുഷൻ പോയി കാണണം. എന്തിനാ കാണുന്നത്? എവിടെയെങ്കിലും പോയി നോക്കി പോരലല്ല. കാണാൻ വേണ്ടി പോകുമ്പോൾ 28 ആളെയും കൊണ്ടുപോകാനല്ല. കെട്ടാൻ ഉദ്ദേശിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരി ഒരു 2 ആളെയും നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ നിങ്ങളെ പേര്? എൻ്റെ പേര് മുഹമ്മദ് അലി. നിങ്ങൾ എത്ര വരെ പഠിച്ച്? ഞാന് ഡിഗ്രി.
+2 എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മാർക്ക് ഉണ്ടായിരുന്നു. SLCക്ക് A+ ഉണ്ടായിരുന്നു. അപ്പാ ഓളോട് തിരിച്ച്, മോളെ നിന്റെ പേരെന്താ? എന്റെ പേര് ആയിഷു. എന്താ, എത്ര ക്ലാസ് പഠിച്ചു, എന്തൊക്കെ ഉണ്ട്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ മനസ്സിലായി സംസാരിക്കാൻ കഴിയുന്ന കുട്ടിയാണ് ഇല്ലേ. പഠിച്ചതൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായി ബുദ്ധിയുണ്ട്. A+ ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി അത്യാവശ്യം കുഴപ്പമില്ല ഇല്ലേ. ഈ സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, അന്വേഷിക്കുക. എന്നിട്ടോ ബാക്കി കാര്യങ്ങൾ ഉമ്മയും വാപ്പയും ഒക്കെ കൂടി നാട്ടിലെ 4 ആള് ഉത്തരവാദപ്പെട്ടവർ ചേർന്ന് അങ്ങനെ ഒരു കല്യാണം നടക്കുമ്പോൾ ആ കല്യാണത്തിന്റെ സന്തോഷം കണ്ട് ആനന്ദിക്കാൻ കുടുംബങ്ങളും നാട്ടുകാരുമുണ്ട്. മോളെ, നിന്റെ ആ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അസ്വാരസ്യമുണ്ടായാൽ, എന്തെങ്കിലും ചെറിയ അവന്റെ സ്വഭാവം നിനക്ക് പറ്റണില്ല, നിന്റെ സ്വഭാവം അവൾക്ക് പറ്റണില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായ അസ്വാരസ്യമുണ്ടായാൽ അത് പറഞ്ഞു തീർക്കാൻ കുടുംബങ്ങളുണ്ട്, അത് ഇടപെടാൻ കമ്മിറ്റിക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, മഹല്ലുണ്ട്. നിനക്ക് ഒരുപാട് ആളുണ്ട്. ഒരു പെണ്ണും നാട്ടിൽ ഒറ്റക്കല്ല, ഒരു പുരുഷനും നാട്ടിൽ ഒറ്റക്കല്ല. ഇങ്ങനെയാണ് അല്ലാഹു തആല നമ്മുടെ സാമൂഹ്യ ജീവിതം വെച്ചിട്ടുള്ളത്. മോളെ, കണ്ട വാട്സപ്പിലെ പുതിയാപ്പളുടെ കൂടെ നീ പോയാൽ നീ ഓർമ്മിക്കണം മോനെ, നീ ഏതെങ്കിലും പെണ്ണിനെ ചാടിച്ചു കൊണ്ടുവന്നാൽ നീ ഓർക്കണം, നിന്റെ കാര്യത്തിൽ ഇടപെടാൻ ഒരാളെയും കിട്ടുകയില്ല, ഒരാളും ഉണ്ടാവുകയില്ല. മുച്ചിറിയാണ്, പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് മുച്ചിറിയാണെന്ന് കണ്ടപ്പോൾ അന്ന് പോയ വാട്സപ്പിലെ പുതിയാപ്പളനെ പിന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ വാട്സപ്പിൽ കിട്ടിയിരിക്കുന്ന പുതിയാപ്പളുടെ കൂടെ ചാടിപ്പോയ പെണ്ണ് കോട്ടേഴ്സിൽ ദുരിതം അനുഭവിക്കുകയാണ്. ഏതുവരെ? ആ കോട്ടേഴ്സുകാരി ഇറക്കി വിടുന്നത് വരെ. കോട്ടേഴ്സുകാർ വാടക കൊടുക്കാൻ സാധിക്കാതെ ഇറക്കി വിട്ടാലോ റെയിൽവേ സ്റ്റേഷനിലോ റോഡരികിലോ തെണ്ടിത്തരയേണ്ടി വരും. മോളെ, നീ ആലോചിക്കണം, പ്രിയപ്പെട്ട മോനെ, നീ ആലോചിക്കണം. നമ്മളൊരു കല്യാണം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ഓടിപ്പോകേണ്ട സംഗതിയല്ല. ബോംബെയിലെ ചുവന്ന തെരുവിൽ ഓടിപ്പോയി പെട്ടിരിക്കുന്ന പെൺകുട്ടികൾ, കാണാതാകുന്ന പെൺകുട്ടികളെ ബോംബെയിലെ ചുവന്ന തെരുവിൽ. അല്ലാഹു റബ്ബി, ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, എന്താ ചോര ഊറ്റിക്കുടിച്ച് മാങ്ങാത്തോടയക്കണം ഓരോരുത്തർ, ആർക്കും വേണ്ടാത്തതയക്കണ്. പണ്ട് എസ് എ ജമീലിന്റെ പാട്ട് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പരം ചക്കര, 3 മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പരാറില്ലേ. അങ്ങനെ ആ കൊപ്പരയായപ്പോ ആർക്കും വേണ്ട, അവരൊക്കെ നടുറോട്ടിൽ തള്ളി. ഇപ്പൊ ബോംബെയിൽ പെണ്ണുങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് വലിയ പ്രകടനം. എന്താണ്? ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുക. വേശ്യാവൃത്തി എന്നും വ്യഭിചാരമൊക്കെ മാറ്റിയിട്ട് പേരാണ് നന്നാക്കിയത് കൊണ്ട് ജീവിതം നന്നാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഓർക്കണം മക്കളെ, നമുക്കൊരു ഉമ്മയുണ്ട്, നമുക്കൊരു വാപ്പയുണ്ട്. നമ്മുടെ കല്യാണം അവർക്കറിയാം. നമ്മളെക്കാൾ എൻ്റെ മോളൊരു പുതുമണവാട്ടിയായി ഇറങ്ങുന്നത്, എൻ്റെ മകനൊരു പുതുമണവാളനായി ഇറങ്ങുന്നത്. ഓ പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സന്തോഷത്തോടു കൂടെ നടക്കുന്നതാണ് ഒരു വിവാഹ ജീവിതം. ആ വിവാഹ ജീവിതത്തെ മലിനപ്പെടുത്തല്ലേ, ആ വിവാഹ ജീവിതത്തെ കളങ്കപ്പെടുത്തല്ലേ. അള്ളാഹുവിന്റെ റസൂല് കണ്ട നിങ്ങൾ ആ ചെറുപ്പക്കാരന് ലാ അർളലി വലാ ബൈതലി വലാ മാലലി, നബിയെ എനിക്ക് വീടില്ല, എനിക്ക് പറമ്പില്ല, എനിക്ക് പണമില്ല. അള്ളാഹുവിന്റെ റസൂല് അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ആയത്തുൽ കുർസി പതിവാക്കിക്കോ, നിനക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. അവിടുത്തെ ഉന്നത തറവാട്ടുകാരെ വീട്ടിൽ പോയിട്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ്. എന്താ ആവശ്യം? ഞാൻ ഇവിടെ ഇങ്ങനെ ഇന്ന പേരുള്ള ഒരു മോളില്ലേ, അവളെ കല്യാണം അന്വേഷിച്ച് വന്നതാ. മാതാപിതാക്കൾ ആലോചിച്ചു. ആ പെൺകുട്ടിയോട് പറഞ്ഞു, റസൂലുള്ള ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് മോളെ, നിന്റെ കല്യാണ അന്വേഷണത്തിന് പറഞ്ഞയച്ചതാ. ആ പെൺകുട്ടി മാതാപിതാക്കളോട് പറയുന്നുണ്ട്, ഉപ്പ ഉമ്മ, അള്ളാന്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ, അതിന് നമ്മൾ മുടക്കം പറയണ്ട, അവരെന്നെ കണ്ടോട്ടെ, ഇഷ്ടപ്പെടുമോ നോക്കാം. സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടിയും സ്വഹാബിയും കണ്ടു, അവരിഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ ആ സ്വഹാബിയോട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറയണം കല്യാണം നടത്തി തരുന്നതിന് കുഴപ്പമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ സ്വഹാബി അങ്ങോട്ട് പോയതെങ്ങനെ? അങ്ങോട്ട് പോയത് അത്ര പ്രയാസത്തിലാ. ഇങ്ങോട്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് എത്തിയില്ലേ. അല്ലാഹു റബ്ബി, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, നല്ല മാന്യമായ കുടുംബത്തിലാണ് ഞാൻ പോയി കയറിയത്, റസൂലുള്ള പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വല്ലാതെ സ്വീകരിച്ചു, സൽക്കരിച്ചു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാ നമുക്ക് ആ നിക്കാഹ് നടത്താം മോനെ. അപ്പൊ ആ സ്വഹാബി ഇങ്ങനെ പതുക്കെ നിന്നിട്ട് പറഞ്ഞു, നബിയെ നിക്കാഹ്? ആ നിക്കാഹ് നടത്താം, മഹർ കൊടുക്കാൻ എൻ്റെ അടുത്തൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ സാന്ത്വനത്തിന് സഹായിച്ചു നമ്മൾ അലി സാഹിബ് എന്നൊക്കെ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ റസൂൽ കാണിക്കണത് കണ്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, അവിടെ ബുറൈദ റളിയല്ലാഹു അൻഹു കുറച്ച് കഴിവുള്ള സ്വഹാബിയാണ്. ബുറൈദ റളിയല്ലാഹു അൻഹു, ബുറൈദാനോട് പോയിട്ട് റസൂലുള്ള എന്റെ നിക്കാഹ് ഉറപ്പിക്കുന്നുണ്ട് എന്ന്
ബഹുമാനപ്പെടാക്കി റബീഅത്ത് റളിയല്ലാഹു അൻഹു ബുറൈദ തങ്ങളോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് റസൂലുള്ള ഒരു കല്യാണം അന്വേഷിച്ചിട്ടുണ്ട്, അതിന്റെ നിക്കാഹിന്റെ സമയമാവുകയാണ്. എന്നിട്ടോ എനിക്ക് നിക്കാഹിന് മഹർ കൊടുക്കാൻ ഒന്നുമില്ല. ബുറൈദ റളിയല്ലാഹു അൻഹു ചെറിയ ഒരു സ്വർണ്ണമോതിരം എന്ന് പറയാം, നമുക്ക് ഒരു സ്വർണ്ണമോതിരം എന്ന് പറയാം, അത് സംഘടിപ്പിച്ചുകൊണ്ട് ബുറൈദ റളിയല്ലാഹു അൻഹു റബീഅത്തിനെ ഏൽപ്പിച്ചപ്പോൾ ആ സ്വർണ്ണമോതിരവുമായി ഓടി വന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, നബിയേ എനിക്ക് മഹർ കൊടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് കല്യാണത്തിന്റെ ഡേറ്റ് അന്വേഷിക്കാം, കല്യാണത്തിന്റെ ഡേറ്റ് ഉറപ്പിക്കാം. അപ്പ സ്വഹാബി ചോദിക്കണ്ട, നബിയേ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലീമത്ത് സൽക്കാരം കൊടുക്കണ്ടേ? പല സൽക്കാരങ്ങളുണ്ട്. വിവാഹ സൽക്കാരത്തിന് വിളിച്ചാൽ ഒരു വിധം കഴിയുമോ ആ സൽക്കാരത്തിന് പോണം. സൽക്കാരങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കാരമാണ് ഏത്? വലീമത്ത് കൊടുക്കുന്ന വിവാഹ സൽക്കാരം. വിവാഹ സൽക്കാരത്തിന് ഒരാൾ വിളിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തോട് വിവരം പറയണം. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വരാൻ കഴിയാതിരുന്നതാണ് കേട്ടോ. അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വലീമത്ത്. വിവാഹത്തിന് ക്ഷണിക്കണം, അവരവരെ കഴിവനുസരിച്ച്. വലുതാക്കണം എന്നല്ല പറഞ്ഞത്, കഴിവനുസരിച്ച് അതിൽ സംബന്ധിക്കണം. ഒരു വിധം കഴിയും പോകാൻ കഴിയില്ലേ വിവരം അറിയിക്കണം. അത്ര പ്രധാനപ്പെട്ട സൽക്കാരമാണ് വിവാഹ സൽക്കാരം. ആ സൽക്കാരത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിക്കാൻ. അപ്പാ സഹാബി ചോദിച്ചു, നബിയെ കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? യാ റബ്ബ്, കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നും കൂടി ബുറൈദാന്റെ അടുത്ത് പോയി നോക്കുക. ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് വിട്ടു, നബി തങ്ങൾ എനിക്ക് കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാണ്. അപ്പൊ ബുറൈദ റളിയല്ലാഹു അൻഹു വളർത്തുന്ന ആടുകളുണ്ട്. ആ ആടുകളെ കൂട്ടത്തിൽ നല്ല ഒരാട്, എന്താ ഉഷാറുള്ള ആട്. ആ ആടിനെ നല്ല ഒരു കൊറ്റനാട്ടിനെ റെഡിയാക്കിയിട്ട് കഴുത്തിൽ കയറിട്ട് പറഞ്ഞു, ബുറൈദ റളിയല്ലാഹു അൻഹു ഇത് കൊണ്ട് പോയിക്കോനെ റബീഅത്ത് റളിയല്ലാഹു അൻഹു ആടിനെയും കൊണ്ട് ഇങ്ങനെ വരുമ്പോ സ്വഹാബാക്കളൊക്കെ ചോദിച്ചു, റബീഅത്തെ കല്യാണം ഉറപ്പിച്ചോ? റബീഅത്ത് റളിയല്ലാഹു അൻഹു ആടിനെ കൊണ്ടുവന്നിട്ട് മുത്തുനബിന്റെ മദീന പള്ളിന്റെ മുൻവശത്ത് കെട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ ബുറൈദ എനിക്ക് നല്ലൊരു ആടിനെ തന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് സൽക്കാരം ഉണ്ടാക്കാം. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ വെറും ഇറച്ചി മാത്രം കൊടുത്താൽ മതിയോ? എന്തെങ്കിലുമൊക്കെ അയക്കാൻ വേണ്ടി വരൂലേ? അല്ലാഹു റബ്ബി. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മോനെ റബീഅ നീ ഇന്ന് ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക് എന്ന് പറഞ്ഞു റസൂലുള്ള. ആയിഷ ബീവിനെ എല്ലാരും വിളിക്കുന്നത് ഉമ്മാന്നാണ്. ആയിഷ ബീവിക്ക് വയസ്സ് കുറച്ചുള്ളൂ, പക്ഷേ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യ എല്ലാവർക്കും ഉമ്മയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ ആയിഷ ബീവിന്റെ വാപ്പ. മൂപ്പര് പോലും പലപ്പോഴും ആയിഷുവിനെ ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്താ കാരണം? അത് മുത്തുനബിന്റെ അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മുത്തുനബിന്റെ ഭാര്യമാർ നിങ്ങൾക്ക് സാധാരണ സ്ത്രീകളല്ല. സിദ്ദീഖ് തങ്ങളെ മോളാണ് ആയിഷു. റസൂലുള്ള വഫാത്താകുമ്പോൾ മൂപ്പത്തിക്ക് 18 വയസ്സായിട്ടുള്ളൂ. അത്ര ചെറിയ പെണ്ണ. എന്നിട്ടോ സിദ്ദീഖ് തങ്ങൾ അടക്കമുള്ളവർ വിളിക്കുന്നത് എന്താണ്? ഉമ്മാന്നാണ്. അത് റസൂലുള്ളാഹിന്റെ ഭാര്യ എന്നുള്ള ബഹുമാനമാണ്. നമ്മളെ നാട്ടിലൊക്കെ ചെറിയ തങ്ങളുട്ടിയാണെങ്കിലും തങ്ങൾ പാപ്പ എന്ന് പറയും. അതൊരു ബഹുമാനമാണ്. അപ്പോ നാം ഓർമ്മിക്കണം, ആ ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക്, നിനക്ക് ഈ ഇറച്ചിക്ക് എന്തെങ്കിലും ഗോതമ്പ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വാതിൽക്കൽ പോയിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു ഉമ്മാന്ന് വിളിച്ചു. ബഹുമാനപ്പെട്ട ആയിഷ ബീവിയോട് പറഞ്ഞു, എനിക്കിങ്ങനെ മഹർ കൊടുക്കാൻ മോതിരം കിട്ടി, ഇപ്പൊ ആടിനെ അറുക്കാൻ വേണ്ടി ആടും കിട്ടി, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, എനിക്ക് കുറച്ച് റൊട്ടി ചുടാൻ ഗോതമ്പ് വേണ്ടേ? റസൂലുള്ളാഹി എന്നെ പറഞ്ഞയച്ചതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പാത്രമൊക്കെ മുട്ടിയിട്ട് നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പുണ്ട്. ആ ഗോതമ്പ് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് മദീനത്തെ പള്ളിയിൽ മുതഅല്ലിമായിട്ട് ഓതിപ്പടിക്കുന്ന മുത്തുനബിന്റെ ഖാദിം, ആ ഖാദിമായ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നിക്കാഹും കല്യാണവും നടക്കാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഈ നിക്കാഹിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. അല്ലാഹു റബ്ബി, റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് വീടില്ല, പറമ്പില്ല. അല്ലാഹു റബ്ബി, ബഹുമാനപ്പെട്ട റബീഅത്ത് തങ്ങളുടെ അടുക്കൽ പണമില്ല. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന് മുത്തുനബി ചോദിച്ചത്. ഹൽ മഅക ആയത്തുൽ കുർസി, ആയത്തുൽ കുർസിയുടെ പതിവ് നിങ്ങൾക്കില്ലേ? ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു കല്യാണം ചെയ്തു. അവര് ഭാര്യ ഭർത്താക്കളായി ഇണജീവിതം നയിച്ചു. ആയത്തുൽ കുർസി അങ്ങനെ രണ്ടാളും ഓതിക്കൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്, അവരുടെ ജീവിതത്തിന് ഐശ്വര്യം വരാൻ തുടങ്ങി.
ഐശ്വര്യം വരാൻ തുടങ്ങി. നബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താമസിക്കുന്നതിന്റെ അടുത്ത്, സിദ്ദീഖ് തങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് ചെറിയൊരു വീടും ഒരു പറമ്പും വിൽപ്പനക്ക്. അല്ലാഹു റബ്ബി അത് വാങ്ങിയിട്ട് റബീഅത്ത് റളിയല്ലാഹു അൻഹു അതിൽ താമസം തുടങ്ങി. റബീഅത്ത് റളിയല്ലാഹു അൻഹു ഓർത്തു നോക്കൂ സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിച്ചു കൊടുത്തു, വീട് വെച്ചു കൊടുത്തു. ആ പറമ്പിൽ ഈത്തപ്പന മരങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് അതൊക്കെ നല്ല പോലെ കായ്ക്കനികൾ ഉണ്ടായി. യാ റബ്ബ്, റബീഅത്ത് റളിയല്ലാഹു അൻഹുവിന് ജീവിതത്തിൽ വലിയ സൗഭാഗ്യം. എന്തായിരുന്നു അതൊക്കെ? അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഹൽ മഅക ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നത് വിശുദ്ധ ഖുർആനിലെ നേതാവായ ആയത്താണ്. അല്ലാഹ് എന്ന് തുടങ്ങി അൽ അലീം എന്ന് അവസാനിക്കുന്നതിനിടക്ക് അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 11 പ്രാവശ്യത്തെ പാരായണമുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് പതിവായി ആയത്തുൽ കുർസി ഓതിയ ആൾക്ക് അവർക്ക് സ്വർഗം കിട്ടാൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല. അത്ര പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ കുർസി. നമ്മളെ മദ്രസന്റെ 25ാം വാർഷികത്തിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചു പോളോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയത്തുൽ കുർസി പഠിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം നിങ്ങളൊക്കെ കണ്ണ് ചോറിൻ്റെ പൊതിമക്കാണ്. അല്ലാതെ മനുഷ്യൻ്റെ ഒരു സഹജമാണ്, നിങ്ങളായിട്ടുള്ള കുറ്റമല്ല. ഞാനാണ് നിങ്ങളെ മതിരിച്ച് അതിലേറെ നോക്കും. നിങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് ഒരു കണ്ണുകൊണ്ട് നോക്കണുള്ളൂ, ഞാനാണെങ്കിൽ നോക്കിയോടുന്ന് കണ്ണെടുക്കുന്നല്ല. അപ്പോൾ നമ്മളാ ചോറിൻ്റെ പൊതിയൊക്കെ ഇങ്ങനെ നല്ല മട്ടത്തിൽ വരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് വിതരണത്തിനായോ? തങ്ങളോ വിതരണത്തിനായോ? അത് കൊടുക്കാനായിക്കണം. ആദ്യം ആർക്ക് കൊടുക്കുക? പെണ്ണുങ്ങൾക്ക് കൊടുക്കുക അല്ലേ? അതിന് നിങ്ങൾക്ക് അടച്ചില്ലല്ലോ. വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ആദ്യം ആർക്കാ കിട്ടുക? നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾക്കാണ്, അതങ്ങനെ നിന്നോട്ടെ. പക്ഷെ പെണ്ണുങ്ങൾ മധുരം നോക്കാത്ത ഒരു ചായ നമ്മൾ ഇതുവരെ കുടിച്ചിക്കണം. ഇന്നാള് കുഞ്ഞായ്മ പറഞ്ഞു ഓൻ്റെ പെണ്ണുങ്ങൾക്ക് തീരെ തിന്നാൻ വേണ്ട. എങ്ങനെയാ വേണ്ടി വരിക? 1.5 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഇവിടെ വളമ്പാൻ നോക്കുമ്പോൾ 1 കിലോനുള്ളൂ. 1/2 കിലോനെന്തേ? അത് വേവ് ഭാഗമായിക്കണോ നോക്കി, മസാല പിടിച്ചിക്കണോ നോക്കി, ഉപ്പുണ്ടോ നോക്കി, മുളകുണ്ടോ നോക്കി, 500 മുളക് അങ്ങനെ ഉപ്പും മുളകും നോക്കി കഴിഞ്ഞിക്കണ്. പിന്നെ ഓക്ക് അത്തിരിൽ തിന്നാൻ വേണ്ടി വരുള്ളൂ. ഞാൻ അതിൽ നിങ്ങൾ അസൂയപ്പെട്ട് കാര്യമില്ല. അത് പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്താ. അത് അള്ളാഹുവർക്ക് കിട്ടിക്കോട്ടെ. അള്ളാഹു ഖൈറ് തരട്ടെ. നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നീ സന്തോഷം കൊടുക്കണേ അള്ളാ. നമ്മളെ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ഈ പള്ളി മദ്രസയൊക്കെ നിലനിൽക്കണത് അല്ലേ? സുബ്ഹാനല്ലാഹ്. എത്ര മൂല്യന്മാർ ഇപ്പം ഞാൻ ഭക്ഷണത്തിന് പോയല്ലോ ഇപ്പോൾ അവിടെ ഒരു പേരിൽ. അപ്പോൾ അപ്പുറത്തെ പള്ളിക്കല മൂല്യാരും ഈ പള്ളിക്കല മൂല്യാരും മദ്രസിലെ മൂല്യാരും 4 മൂല്യന്മാരേറ്റ് അല്ലേ? 4 മൂല്യന്മാരെ ഭക്ഷണം എല്ലാ മാസവും. ഒരാളവിടെ 6-ാം തീയതി, മറ്റവൻ്റെ അവിടെ 7-ാം തീയതി അല്ലേ? അങ്ങനെ ഉണ്ടാകുകയാണ്. ഈ പെണ്ണുങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ നമ്മളെ മാനം കാത്ത് പോണത്. അല്ലെങ്കിൽ ഒരു ഒറ്റ മൂല്യരെ ഇവിടെ കിട്ടുമോ? അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്കാണിച്ചാലോ ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ അന്ന് വേറെ തന്നെ. കഴിഞ്ഞ ആഴ്ച കണ്ടിരിക്കണം എൻ്റെ പെണ്ണുങ്ങളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഒരു നടത്തം. അപ്പം ഞാൻ ചോദിച്ചു എന്തപ്പത് ചോദിച്ചു. ഇന്ന് മൂല്യന്മാർ ചെലവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു മൂല്യാർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു ആലോചന അല്ലേ ശിക്കാം. അല്ല, ഒരു മൂല്യാർ ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ സ്പീഡൊന്നും കാണലില്ല. അപ്പം അതാ പറഞ്ഞത്, മൂല്യാരെ പരിയിലായാലും ശരി, അത് പള്ളിക്കത്തെ ഉസ്താദിൻ്റെ ചെലവാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഗതിയാണ്. നല്ല മട്ടത്തിൽ ഈ സഹോദരിമാർ എല്ലാ മഹല്ലത്തിലും നമ്മളെ സഹോദരിമാരാണ്. ഉസ്താദുമാരെ ഭക്ഷണം, കാളിയാരായാലും ഖത്തീബായാലും മുഅല്ലിമായാലും ഒക്കെ അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ നീ റഹ്മത്ത് കൊടുക്കണേ അള്ളാഹ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മളാണ് അരി വാങ്ങിക്കൊണ്ടേ കൊടുത്തിട്ടല്ലേ ഓല് സഹകരിക്കണില്ലെങ്കിൽ അരി തന്നെ ഉണ്ടാവുള്ളൂ, ചോറാകലുണ്ടാവില്ല. അപ്പം അള്ളാഹു നമുക്ക് റായത്ത് തരട്ടെ അല്ലേ? അള്ളാഹു റബ്ബി. നമ്മളൊരു വീട്ടു ജീവിതം, അവിടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊരു നിശ്ചിത സമയമെത്തുമ്പോൾ ഒരു പ്ലാവ് നട്ടുപിടിപ്പിച്ചാൽ നിശ്ചിത സമയമാകുമ്പം അതിൻ്റെ അടയാളം വരാൻ തുടങ്ങും. റബ്ബർ നട്ടുപിടിപ്പിച്ചാൽ അതിന് പാല് വരാൻ തുടങ്ങും. മാവ് നട്ടുപിടിപ്പിച്ചാൽ അതിന് പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും. ഓരോന്നിനും എന്ന പോലെ ഒരാണായാലും പെണ്ണായാലും ഒരു നിശ്ചിത സമയം വരുമ്പോൾ അതിന് വിവാഹത്തിന്റെ സംഗതി വരും. ആ വിവാഹത്തിന്റെ സംഗതി വരുമ്പോൾ സമയമാകുന്ന സമയത്ത് അല്ലാഹു റബ്ബി അത് നിശ്ചയമായും അത് മാതാപിതാക്കൾ ചേർന്ന്
വിവാഹ കാര്യങ്ങൾ തീരുമാനിച്ചു കൊടുക്കണം. ഇപ്പോൾ ആൾക്കാരുടെ ഒരു പറച്ചിലുണ്ടെന്താ, പെൺകുട്ടിയൊക്കൊന്നും ഇപ്പോൾ പുതിയാപ്പള വേണ്ട, അങ്ങനെ ഉണ്ടോ? ഏതോ ഒരു കുട്ടി നല്ല നിലക്ക് പറഞ്ഞതാണ്, എനിക്കിപ്പോൾ കല്യാണം ഉണ്ടാക്കണ്ട, ഞാൻ കുറച്ചും കൂടി പഠിച്ചോട്ടെ. അതെല്ലാവരും കൂടിയാണ് ഏറ്റെടുക്കും. എന്നിട്ടിപ്പോൾ പെൺകുട്ടിയൊക്കൊന്നും കല്യാണം വേണ്ട. എന്നിട്ട് ഇവിടെ കെട്ടിച്ചാത്ത പെൺകുട്ടികൾ കുറേ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും ഒരു 100 പെൺകുട്ടികളെ പുതിയാപ്പളാർ ഇപ്പോൾ നമ്മളെടുത്തില്ല. അല്ല, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു പെൺകുട്ടി നല്ല നിലക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിനെല്ലാവരും കൂടിയിട്ട് പെൺകുട്ടിയൊക്കൊന്നും ഇപ്പോൾ കല്യാണം വേണ്ടാറിട്ട്. അപ്പം അത് ഒരു കുട്ടി ഞാൻ കുറച്ച് പഠിച്ചോട്ടെ എന്ന് പറഞ്ഞത് ഇന്നത്തെ ഒരു കാലത്തിനനുസരിച്ച് ഇല്ലേ, എന്തിനാണ് ഒരു പെൺകുട്ടി കുറച്ച് പഠിച്ചോട്ടെ, അതിൻ്റെ കാലഘട്ടം തന്നെയാണ്. ഇപ്പം എന്തുകൊണ്ട് ഞാനും ഇജൊക്കെ പഠിച്ചിരുന്നേ, SSLCൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഒന്നിരിക്കൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു. അത് പന്തളിച്ചണ മാതിരിയാണ് അല്ലേ. പന്തളി ഒന്നിരിക്കൽ അങ്ങോട്ട് ഗോളടിച്ചാലും ഇങ്ങോട്ട് ഗോളടിച്ച് ജയിച്ചതും തോറ്റതും അറിയേനി അല്ലേ. പന്തളി കണ്ടാൽ നമുക്കറിയില്ലേ. അതേ സമയത്ത് ഇപ്പത്തെ ആ മറ്റേ കളി ഉണ്ടല്ലോ, എന്ത് കളി, ആ ഫുട്ബോൾ അല്ലാത്ത കളിയില്ലേ, അതിലെ ജയിച്ചതും തോറ്റതും എനിക്കറിയും. ഇജൊന്ന് നേര് പറഞ്ഞു ഇപ്പം ഇത്ര റൺസ് എടുത്ത് മറ്റേ എടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് റൺസ് എടുത്ത് എന്ന മാതിരി ഇപ്പോഴത്തെ കുട്ടികളെ പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാണ്ട് വരുന്ന സമയത്ത് ജയിച്ചേക്കുക തോറ്റേക്കുക എന്നറിയില്ല. അതറിയാണെങ്കിലും വേണം ഒരു +2 എങ്കിലും വിദ്യാഭ്യാസം ഉണ്ടാകുക. അപ്പം ഞമ്മ പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടി ഒരു സ്കൂളിൽ നിന്ന് ഒരു കടലാസും കൊണ്ട് വന്നാൽ അതൊന്ന് വായിച്ചു വെക്കാനെങ്കിലും ഉമ്മക്ക് അറിയണ്ടേ. അതുകൊണ്ട് ഉമ്മ കുറച്ച് പഠിച്ചോട്ടെ, അതിനെന്തിനാ എല്ലാവരും ഇങ്ങനെ ബേജാറാകണേ. ഇന്നാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇസ്ലാം മത ഗ്രൗണ്ട്, പ്രത്യേകിച്ച് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രംഗത്ത് അല്ലാഹു റബ്ബി, ഒരു പെൺകുട്ടി എത്ര ഉയർന്ന് പഠിക്കാൻ തീരുമാനിക്കണോ ആ തീരുമാനിക്കുന്ന അത്രയും നല്ല നിസ്കാരം ഖളാ ആക്കാതെ വളരെ അച്ചടക്കത്തിൽ താമസിച്ച് പഠിക്കണോ, അതല്ല വീട്ടിൽ നിന്ന് വന്നു പോയിട്ട് പഠിക്കണോ, ഡേ സ്കോളേഴ്സ് ആയിട്ടും അതേപോലെ തന്നെ റെസിഡൻഷ്യലായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എത്തിയും കുട്ടിയാണോ ഫുൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ, പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണോ അത്യാവശ്യം ഒരു ചെറിയ സൗകര്യത്തിലൂടെ പഠിപ്പിക്കാൻ, ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടിയാണോ അതിന് പഠിപ്പിക്കാൻ. അല്ലാഹു റബ്ബി, നേരത്തെ അലി സാഹിബ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ഇവിടുത്തെ വിദ്യാഭ്യാസ വിപ്ലവമാണ് അല്ലേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാൻ. യാ റബ്ബ്, നമ്മളെ തൊട്ടപ്പുറത്ത് അവിടെ അൽഫുർഖാൻ, തൊട്ടപ്പുറത്ത് ഇവിടെ നമ്മളെ മാളിയേക്കൽ സക്കാഫിന്റെ വാപ്പയല്ലേ ഇപ്പൊ ഇരിക്കണത്. മൂപ്പര് എന്ന് കണ്ടാലും ഇഞ്ചമാര് ഒരേ വയസ്സാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാൻ 4-5 കൊല്ലം മുമ്പ് കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. അള്ളാഹു അല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ഇവിടെ ബദരി അടക്കമുള്ള സ്ഥാപനങ്ങൾ നിലമ്പൂരിക്കാണ് വന്നാൽ അവിടെ നിലമ്പൂർ മജ്മഅ, കുറച്ച് അങ്ങോട്ട് നീങ്ങിയാൽ പടച്ചോനെ അപ്പോഴത്തേക്ക് അവിടെ പിന്നെ മഅദനിൽ തങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ, അപ്പുറത്ത് മർക്കസിൽ, അപ്പുറത്ത് എത്ര സ്ഥാപനങ്ങളാണ്. പ്രിയപ്പെട്ട മുസ്ലിം രക്ഷിതാക്കളായ ഉമ്മപങ്ങന്മാരെ, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ 1-ാം ക്ലാസ്സിൽ ഇവിടെ 1-ാം ക്ലാസ് മദ്രസയിൽ ചേർത്തിരിക്കുന്ന കുട്ടിക്ക്, ആ 1-ാം ക്ലാസ് മദ്രസ ചേർത്ത കുട്ടിക്ക് ഒരു ക്രമാനുസൃതം പഠിച്ചിങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് SSLC ആണായാലും പെണ്ണായാലും, +2 ആൺകുട്ടിയാലും പെൺകുട്ടിയാലും, ഡിഗ്രി ആൺകുട്ടിയാലും പെൺകുട്ടിയാലും, മോളെ നിനക്ക് എന്താണ് ആഗ്രഹം, എഞ്ചിനീയർ ആവണോ, നിനക്ക് ഡോക്ടർ ആവണോ, അഡ്വക്കേറ്റ് ആവണോ, എല്ലാം 2 വിദ്യാഭ്യാസം കൊടുത്ത് പഠിക്കാൻ ഇന്ന് നമ്മുടെ സംവിധാനങ്ങളിൽ തന്നെ നല്ല സൗകര്യമുള്ള കാലത്ത് കുട്ടികൾ കുറച്ച് പഠിച്ചോട്ടെ. അതിനിപ്പോൾ നമ്മളാരും തടസ്സം നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ കുട്ടി എവിടെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ നമ്മുടെ കയ്യിൽ ശ്രദ്ധ വേണം. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചേർത്തിട്ട് മതത്തിന് വിലയില്ല, ദീനിന് വിലയില്ല, നമ്മുടെ സംസ്കാരത്തിന് വിലയില്ല, അങ്ങനെ രക്ഷിതാക്കൾ തന്നെ അതിന് ഏണി വെച്ചു കൊടുത്തു. എന്നിട്ടോ നമ്മുടെ കുട്ടികൾ വഴി പിഴക്കുമ്പോൾ അപ്പൊ കുട്ടികളെ ആക്ഷേപം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കുട്ടികൾക്കൊരു നിശ്ചിത സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കണം. അല്ലാഹു റബ്ബി, മക്കളെ വിളിച്ച് ഉപദേശിക്കേണ്ട സൂറത്ത് ലുഖ്മാൻ നമ്മളവിടെ പഠിക്കാനുണ്ട്. മക്കളെ വിളിച്ച് ഉപദേശിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്ത് ലുഖ്മാൻ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ചരിത്ര പ്രസിദ്ധനായ മഹാനാണ്. ലുഖ്മാൻ ഹക്കീം തങ്ങൾ ആരാണ്? നബിയാണോ അല്ല വലിയാണോ? വദുൽഖർനൈനി ലം യുഅറഫ് നബിയ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞ 2 മഹാന്മാർ, ഒന്ന് ദുൽഖർനൈനി തങ്ങളും ഒന്ന് ലുഖ്മാൻ ഹക്കീം തങ്ങളും. 2 പേരും നബിമാരാണോ അല്ല ഔലിയാക്കളാണോ? ചരിത്രത്തിൽ 2 അഭിപ്രായവും കാണാം. തർക്കത്തിന് പോകേണ്ടതില്ല, മഹാന്മാരാണ്. ആ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വല്ലാത്ത മഹാനാണ്. പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ചെറുപ്പക്കാരെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ ശുശ്രൂഷിച്ച് സ്വർഗം വാങ്ങിയ ആളാ. ആ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ ഉപദേശിക്കുന്ന ഉപദേശം കാണാം. എന്താണ് ഉപദേശം? ആ ആയത്തൊന്ന് എണ്ണി നോക്കണം. നമ്മൾ ആയത്തൊന്ന് എണ്ണി നോക്കണം. എന്താണ്?
യാ ബുനയ്യ കുഞ്ഞി മോനെ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ മകനെ ഉപദേശിക്കണ ആയത്തിന്റെ നമ്പർ എത്ര? 13. അടുത്ത ആയത്ത് 14, അടുത്ത ആയത്ത് 15, അടുത്ത ആയത്ത് 16, അടുത്ത ആയത്ത് 17. അതാ ബാല്യം ഇങ്ങോട്ട് കഴിഞ്ഞ് കൗമാരത്തിലെത്തിയിരിക്കുന്ന സമയത്ത് കണ്ടങ്ങൾ ആയത്ത് കൊണ്ട് ഉപദേശിക്കുന്ന ആയത്തിന്റെ റക്കമത്രയാന്നറിയോ? സൂറത്തുൽ ലുഖ്മാനിലെ യാ ബുനയ്യ എന്ന് ഉപദേശം തുടങ്ങുന്ന ആയത്ത് നമ്പർ ആയത്ത് 13, 14, 15, 16, 17, 18. ഈ ആയത്തുകളാണ്. എന്താണ്? ഒരു കുട്ടി വഴികേടിലായി പോകാൻ, ഒരു കുട്ടി മാതാപിതാക്കൾ നിന്ന് വിട്ടു മറ്റ് പലരുടെയും ചതിയിൽ വീഴാൻ ഏറ്റവും പറ്റിയ പ്രായമാണ് 13, 14, 15, 16, 17, 18. ഡിഗ്രി പഠിക്കുന്നിടത്തേക്ക് എത്തിയാൽ ഒരു കുട്ടി തടി കാക്കാൻ പഠിക്കും. നമ്മുടെ കുട്ടികൾ 9ാം ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ, +1, +2 അപ്പോഴാണ് അധിക കുട്ടികളും വഴിതെറ്റിപ്പോകുന്നത്. ആ സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് വേണം? മാതാപിതാക്കൾ കുട്ടികളെ സ്നേഹിച്ച് കീഴടക്കണം. ഇപ്പൊ ഞാൻ പലരോടും മക്കളെ പറ്റി ചോദിക്കലില്ല. എന്തുകൊണ്ട്? ചോദിക്കുമ്പോൾ തന്നെ എമ്മാരും പാപ്പാരൊക്കെ കുട്ടികളെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഉസ്താദെ, പറഞ്ഞിട്ട് കാര്യമല്ല, ഒക്കെ അങ്ങനത്തെ മക്കളാണ്. കുട്ടികളെ കുറ്റപ്പെടുത്തല്ലേ മാതാപിതാക്കളെ. ആ സമയം കൂടി പടച്ചോൻ എൻ്റെ മക്കളെ നന്നാക്കണേ എന്ന് പറയല്ലാതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ നോക്കൂ, കുറ്റപ്പെടുത്തിയിട്ട് ഉപദേശം ഖുർആനിലോട്ട് കാണൂല അല്ലേ? അല്ലാഹു റബ്ബി 5 ആയത്തിലാണ് ഖുർആൻ ഉപദേശം നൽകാൻ ബാപ്പ മക്കളെ വിളിച്ചത് കാണുന്നത്. 1, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ പുറപ്പെടുകയാണ്. മല പോലത്തെ തിരമാല. ആ കപ്പലിൽ കയറിയവർക്കേ രക്ഷയുള്ളൂ. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കപ്പൽ ഇങ്ങനെ പുറപ്പെട്ടു. അപ്പൊ നോക്കുമ്പോ പുറത്തൊക്കെ നോക്കുമ്പോ മകനുണ്ട് അവിടെ നിൽക്കണേ. നൂഹ് നബിന്റെ മകനുണ്ട് പുറത്ത് നിൽക്കണേ. നമ്മളാണെങ്കിൽ നമുക്കേ ദീ കയറിക്കോന്നാ പറയാം അല്ലേ? ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാം തന്റെ മകനെ വിളിക്കുന്ന എങ്ങനെ? യാ ബുനയ്യ, പൊന്നു മോനെ, യാ ബുനയ്യ, പൊന്നു മോനെ, ഇർകം മഅനാ. അവിടെ നൂഹ് നബിന്റെ തൊണ്ട ഇടറിയിട്ടുണ്ട്. നൂഹ് നബിന് കേറാൻ വേണ്ടി പറയുമ്പോൾ തൊണ്ട ഇടറിയിട്ടുണ്ട്. ശരിക്കും പറയേണ്ടത് എങ്ങനെയാണ്? ഇർകബ് മഅനാ എന്നാ പറയേണ്ടത്. പക്ഷേ മൂപ്പര് തൊണ്ട ഇടറിയിട്ട് ബാഇന്റെ ഉച്ചാരണം മീമിലാണ് ചേർന്നുപോയി. അത് പിന്നെ കായികമായിട്ട് വന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ തൊണ്ട ഇടറിപ്പോയി. യാ ബുനയ്യ ഇർകബ് മഅനാ എന്നാണ്. മകനും ബാപ്പിയാണല്ലോ. ആ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ മൂപ്പര് തൊണ്ട ഇടറിപ്പോയി. യാ ബുനയ്യ ഇർകം മഅനാ. ആ സമയത്തും നൂഹ് നബി മോനെ വിളിക്കുന്നത് മോനെ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ വിളിക്കുന്നുണ്ട് യാ ബുനയ്യ. മോനെ, മോളെ എന്ന് വിളിച്ച് കൂടെ നിർത്തിയിട്ട് മക്കളെ നന്നാക്കി എടുക്കണം. അല്ലാതെ നമുക്കേ പോത്തേന്ന് വെച്ചാണ് മക്കളെ നന്നാവൂല. ഏതൊരു മാതാപിതാക്കളും കുറ്റപ്പെടുത്തിയിട്ട് ആരും നന്നാവൂല. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് പ്രായമുള്ള ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്നും ജോലിക്ക് പോകും. ലുഖ്മാൻ ഹക്കീം തങ്ങൾ എന്താ ചെയ്യുന്നത്? ദിവസം രാവിലെ എഴുന്നേറ്റ് ഉമ്മാനെ കുളിപ്പിച്ചു കൊടുത്തു. ഉമ്മാന്റെ തുണിയും കുപ്പായം കഴിച്ചിട്ട് മാറ്റി. ഇന്നലെ തിരുമ്പി വെച്ച നല്ല കുപ്പായം ഉമ്മാക്ക് ഇട്ടു കൊടുത്തു. ഇന്നത്തേത് അലക്കി ഉമ്മാനെ കുളിപ്പിച്ചു. ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തു. ഒക്കെ റാഹത്താക്കി റെഡിയാക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത് വരും. ഉമ്മ, ഞാൻ ജോലിക്ക് പോട്ടമ്മ. അങ്ങനെയാണ്. 2 വട്ടം ഉമ്മ എന്ന് വിളിക്കണമെന്ന് ഞാൻ ഈ പെൺകുട്ടികളോടൊക്കെ പറഞ്ഞത്. അതെങ്ങനെ? 2 വട്ടം എന്നാണ് നിങ്ങൾ ഓടിയാപ്പോരെ. അമ്മമ്മ എന്ന് വിളിച്ചാൽ നിൽക്കണ്ട. പിന്നെ എങ്ങനെ? അത് സമയമാകുമ്പോൾ വിളിച്ചാൽ മതി. ഉമ്മ, നിങ്ങൾ ചായ കുടിച്ചമ്മ. ഉമ്മ, നിങ്ങൾ കുളിക്കാൻ പോണില്ലമ്മ. ഉമ്മ, നിങ്ങൾ ചോറ് കഴിച്ചമ്മ. 2 വട്ടം ഉമ്മ എന്ന് വിളിച്ചാൽ ഏതമ്മായിമ്മ പാകാകാത്തത്? ഏതമ്മായിമ്മയും പാകാവും? 2 വട്ടം ഉമ്മ എന്ന് വിളിച്ചാൽ മതി. അതല്ല എൻ്റെ സംഗതി. അതൊരു മനഃശാസ്ത്രപരമായ വശമാണ്. ഇനി ഉമ്മാരോട് ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ അതും ഇതും വിളിക്കലൊക്കെ നിർത്തിയിട്ട് മോളോന്ന് വിളിച്ചു നോക്കാണ്. എന്തൊരു രസമാണ് ആ വിളി. പടച്ചോനെ, അതിന് നമ്മൾ ആണുങ്ങളും വേണം നന്നാകുക. അവനാൻ്റെ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് കൊടുത്തേ. അള്ളാഹ് റസൂൽ വിളിച്ചാൽ എന്താ? ആയിഷൂന്നാ വിളിച്ചത്. നമ്മളോ ആയിച്ച എന്നാണ് പറഞ്ഞാണ്ടല്ലോ. അല്ലാഹു റബ്ബി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ഫാത്തിമാവിനോട്. ഫാത്തിമ ബിവിക്ക് 15 വയസ്സും 5 മാസം, അതാണ് പ്രായം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വിളിച്ചു ഫാത്തിമോ എന്ന് വിളിച്ചു. മോളെ, ഉപ്പാന്റെ കുട്ടിക്ക് ഒരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. കല്യാണം ഉണ്ടാക്കുമ്പോൾ ബാപ്പ ഒരു പെണ്ണാണ് പോയി കണ്ടുവന്നിങ്ങാണ്ട് അതിനെ കെട്ടിക്കോ, രണ്ടത്തെ വർത്തമാനം കെട്ടി പറയേണ്ട പറഞ്ഞാണ്ട് അങ്ങനെ ബേജാറാക്കാൻ നിൽക്കണ്ട, എനിക്കൊരു കല്യാണം ഉണ്ടാക്കേണ്ട മോനെ എന്നൊരു മുഷാവറ ചെയ്യാ കുട്ടികളോട്.
പണ്ടത്തെ കാലത്ത് ചോദിച്ചാൽ മറുപടി പറയാൻ താമസാണിക്കാരൻ. നാളെ നമ്മളെ കുഞ്ഞാൽവിയാക്ക മകനോട് വെള്ളിയാഴ്ച ജുമായക്ക് പോകുമ്പോഴേ എടാ എനിക്കൊരു കല്യാണം ഉണ്ടാക്കട്ടെ ചോദിച്ചു. നിങ്ങൾ തിരക്കൂടാൻ നിൽക്കണ്ട, ജുമായൊക്കെയാണ് കഴിഞ്ഞോട്ടെ. ഇപ്പോഴത്തെ കുട്ടികളത് അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ നല്ല മക്കളാണ്, ചോദിച്ചതിന് മറുപടി പറയും. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഓർമ്മിക്കണം. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാണ് മോളോട്, മോളെ കല്യാണം. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഫാത്തിമാവി മിണ്ടാതിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോളെ അലിയാരെ കൊണ്ടാണ് കല്യാണം കേട്ടോ. അപ്പോൾ ഫാത്തിമാവിൻ്റെ ഉള്ളിലൊരു പുഞ്ചിരി നബി തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതാണ് മൗനം സമ്മതം, അതാണ് മൗനം സമ്മതം. അല്ലാഹു റബ്ബി, ഒരു നിശ്ചിത പ്രായമെത്തുമ്പോൾ വിവാഹം അത് ഒരു രീതിയല്ലേ, അത് നടക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, ഞാനിവിടെ ലുക്മാൻ ഹക്കീം തങ്ങളെ പറ്റി പറയാം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ കുളിപ്പിച്ചു റസിയാക്കി ദിവസം ജോലിക്ക് പോകുമ്പം ഉമ്മാനോട് സമ്മതം വാങ്ങും. ഉമ്മാനോട് ഓരോ ദിവസവും പോകാൻ സമ്മതം ചോദിക്കുമ്പം ഉമ്മാനോട് ചോദിക്കും. പിന്നെ മൂപ്പര് കുട്ടികളോട് നമ്മൾ ചോദിക്കുമല്ലോ, എന്നാ എനിക്ക് എന്താ സമ്മാനം കൊണ്ടിരുന്നത്, എനിക്ക് മുട്ടായി വേണോ എന്നൊക്കെ ചോദിക്കണല്ലേ. എന്ന മാതിരി പ്രായമുള്ള ഉമ്മാനോട് ലുക്മാനിലാക്കിയപ്പോൾ തങ്ങൾ ചോദിക്കും, ഉമ്മ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടിരുന്നത്. ഉമ്മാക്ക് എന്തെങ്കിലും ചെറിയ ആവശ്യം ഉണ്ടാവുള്ളൂ, 1 ലക്ഷത്തിന് 2 ലക്ഷത്തിനൊന്നും കേസില്ലല്ലോ ഉമ്മാക്ക്. ഒരു ദിവസം ലുക്മാനിലാക്കിയ റളിയല്ലാഹു അൻഹു ഉമ്മാനെ കുളിപ്പിച്ചു, ഡ്രസ്സ് മാറ്റി കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് റാഹത്തായിട്ട് വന്നിട്ട് ഉമ്മാനോട്, ഉമ്മ ഞാൻ ജോലിക്ക് പോട്ടമ്മ. ഉമ്മാനെ കൂട്ടി പോയിക്കോ, ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ഉമ്മാന്ന് ചോദിച്ചു. അപ്പം ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് സ്വർഗത്ത് നിന്നുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവരണം. അല്ലാഹ്, സ്വർഗത്ത് നിന്നുള്ള ഒരു പിടി മണ്ണ് അതെവിടുന്ന കിട്ടുക? അപ്പൊ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കൂടെ തന്നെ അവിടെ ഇരുന്നു. ഉമ്മാന്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് ഉമ്മാന്റെ തലയിൽ ഇങ്ങനെ തടകിയിട്ട് പേ നോക്കി കൊടുത്തു. ഉമ്മാന്റെ ശരീരം ഇങ്ങനെ തടവി. ഉമ്മ ഇങ്ങനെ ഒരു കാല് നിലത്ത് കുത്തിയിട്ട് ഇരിക്കുകയാണ്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കാലിങ്ങനെ തടവിയിട്ട് വിരലുമ്മലെത്തിയപ്പം ഉമ്മാന്റെ വിരല് പിടിച്ചിട്ട് മകൻ എന്തായി, ഒന്നിങ്ങനെ വലിച്ചു നീട്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തു. എന്തോ ഒരു സുഖം ഉമ്മാക്ക്. അല്ലാ, ഉമ്മാക്ക് വല്ലാത്ത സുഖം. ഉമ്മ ഇങ്ങനെ മോന്റെ തരിയിൽ ഇങ്ങനെ ഒഴിഞ്ഞിട്ട്, അപ്പൊ രണ്ടാമത്തെ വിരല് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മ എന്ത് ചെയ്തു, രണ്ടാമത്തെ വിരലുമൊക്കെ ഉമ്മാന്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പിടിച്ചപ്പം ഉമ്മ കാലിന്റെ അടി നിലത്തുനിന്ന് കുറച്ചൊന്ന് പൊന്തിച്ചു കൊടുത്തു, ലേശം ഒന്നിങ്ങനെ പൊന്തിച്ചു കൊടുത്തു. അപ്പൊ ലുക്മാൻ ഹക്കീം തങ്ങൾ ആ ചാൻസിൽ കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു, ഉമ്മാ സ്വർഗത്തിലെ മണ്ണ് കിട്ടി ഉമ്മാ. അതാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു ഉമ്മാനെ നോക്കിയത് ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഓ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ നമ്മുടെ സ്വർഗമാണ്. നാളെ ആഖിറത്തിൽ സ്വർഗത്തിന്റെ ടിക്കറ്റ് മുറിച്ചു തരാൻ അധികാരമുള്ള ഒരേ ഒരാൾ ഉമ്മ മാത്രമാണ്. അപ്പൊ ബാപ്പാരിങ്ങനെ കണ്ണുക്ക് നോക്കാണ്, ഞമ്മളൊക്കെ എന്തിനാണ് നിങ്ങൾ ബേജാറായാലും ഞാനും ഒരു ബാപ്പയല്ലേ, ഞാൻ പറഞ്ഞുതരാം. അതാണ് ഉമ്മ അത്ര പ്രധാനമാണ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മാൻ്റെ അടുത്ത് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാങ്ങി. ആ ടിക്കറ്റും കൊണ്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ വാപ്പുണ്ടാവും സ്വർഗത്തിന്റെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കണ്. അൽ വാലിദു ഔസത്തു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ്. ഉമ്മാൻ്റെ അടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് വാപ്പാന്റെ കയ്യിലാണ് കൊടുക്കുക. എന്നിട്ട് വാപ്പയും ഉമ്മയും മക്കളും കൂടി നിൽക്കുമ്പോൾ ചാവി ആരെ കയ്യിലാ? ചാവി ആരെ കയ്യിലാ? ചാവി അത് ഉസ്താദിന്റെ കയ്യിലാണ്. ഇതൊക്കെ ചെറിയ ഉസ്താദുമാരാണ്, ഇതിന്റെ ഒക്കെ വലിയ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി വാപ്പാന്റെ കയ്യിലാണ് കൊടുത്താൽ മക്കളും വാപ്പയും കൂടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് എന്നെയും എന്നുടെ ഉമ്മയും ബാബയും അറിവൈ പഠിപ്പിച്ച ഉസ്താദുമാരെയും എന്നെയും മറ്റുള്ള മുഅ്മിൻ എല്ലാരെയും എങ്കൽ നബിന്റെ ശഫാഅത്തിൽ കൂട്ടല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദുനിയാവിന്റെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും നമുക്ക് ഒരു ഭാര്യ, ഭർത്താവ്, ഉമ്മ, വാപ്പ എല്ലാ ദിവസവും ഓതാൻ പഠിപ്പിക്കപ്പെട്ട സൂറത്തു യാസീൻ. യാസീൻ സൂറത്തിൽ കാണാലോ ഉമ്മ വാപ്പ നല്ല സ്നേഹത്തിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാര്. എന്താണ് അവരെ പറ്റി ഓർമ്മപ്പെടുന്നത്? നിക്കാഹ് ബന്ധത്തിലൂടെ രൂപപ്പെട്ട് വന്ന നല്ലൊരു കുടുംബം. ആ കുടുംബം ആഖിറത്തിലും അതേപോലെ കുടുംബമായി താമസിക്കും, സ്വർഗത്തിലും കുടുംബമായി താമസിക്കും. ഇവിടെ നമ്മൾ 4 കാളിമാര് കൂടി, കാരണന്മാര് കൂടി ഒരു നിക്കാഹൊക്കെ ചെയ്ത് അവർ ഇണജീവിതം തുടങ്ങി. 5 വഖത്ത് നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും, അല്ലാഹ് അതിൽ ജനിച്ചിരിക്കുന്ന മക്കൾ, അങ്ങനെ ഒരു കുടുംബത്തിന്റെ സാഹോദര്യ സ്നേഹ ജീവിതം നയിക്കുമ്പോൾ അല്ലാഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. യാസീൻ സൂറത്ത് എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്?
അല്ലാഹു റബ്ബി, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മളൊക്കെ ഭൂമിയിൽ വന്ന് നല്ല സന്തോഷമുള്ള ജീവിതം തുടങ്ങി ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടുകൂടെ ജീവിച്ചു വന്നാൽ ഹും അസ്വാജുഹും, ഭാര്യ ഭർത്താക്കന്മാർ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ, സ്വർഗത്തിലെ ചാരികസേരകളിൽ നല്ല പാർക്കിൽ സ്വർഗത്തിന്റെ ചാരികസേരയിൽ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടെ ഇരിക്കുന്ന ഒരു രംഗം സൂറത്തു യാസീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാസീൻ സൂറത്ത് ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ, സഹോദരിമാരെ, ദുനിയാവിൽ നമ്മൾ ഭാര്യ ഭർത്താക്കളായി ജീവിച്ചാൽ കാലാകാലം താമസിക്കുന്ന സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കളാകും. അപ്പം നാള് പറഞ്ഞപ്പോ ആരോ പറഞ്ഞു, എന്നാ പിന്നെ സ്വർഗത്തേക്ക് ഞാനില്ല, ഇവിടുന്നെങ്കിലും ഇതാണ് കഴിച്ചിലായ ഞാൻ ഒഴിവായി എന്നാ വിചാരിച്ചത്. അല്ലാ, ഇങ്ങനെ കുടുംബജീവിതാകാൻ പാടുണ്ടോ? അല്ലാഹു റബ്ബി, അള്ളാഹു നമ്മളെ ഭാര്യ ഭർത്തൃ ജീവിതമൊക്കെ നല്ല സന്തോഷത്തിലാക്കി തരട്ടെ, റാഹത്തിലാക്കി തരട്ടെ. സിറാത്ത് പാലം അക്കരെ കടന്നാൽ അവിടെ ഒരു തടാകമുണ്ട്, മാഉൽ ഹയാത്ത് എന്ന് അതിൻ്റെ പേര്. അതിൽ നിന്ന് കുളിച്ചിട്ടാണ് സ്വർഗത്തേക്ക് പോകുക. അതിലാണ് കുളിക്കണതോടുകൂടെ എന്ത് ചെയ്യും? നമ്മളൊക്കെ ആണുങ്ങൾക്കൊക്കെ ഒരു 18 മുതൽ 22 വയസ്സ്, പെണ്ണുങ്ങൾക്കൊക്കെ ഒരു 18 മുതൽ 22 വയസ്സ് വരെ, പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർക്കൊക്കെ ഒരു 22 മുതൽ ഒരു 30ന്റെ ഇടക്ക്. അല്ലാഹ്, അങ്ങനെയാണ് സ്വർഗത്തേക്ക് പോകുക. അല്ല സ്വർഗത്തേക്ക് ഒരാളെ പല്ല് പോയി, മറ്റവൻ്റെ പല്ലിങ്ങനെ മേപ്പട്ടായി, മറ്റവൻ്റെ കണ്ണ് കുമ്പിളായി, അങ്ങനെയൊക്കെ കൂടെ അല്ല. സ്വർഗത്തിൽ എല്ലാവരും എന്താണ്? ശബാബ്, നല്ല യുവത്വത്തിൽ. അല്ലാ, പെണ്ണുങ്ങളൊക്കെ എങ്ങനെ? ഒരു 18, 20ന്റെ അവിടെ എങ്ങനെ? പുതിയാപ്പിളാരൊക്കെ എങ്ങനെ? ഒരു 22, 25ന്റെ അവിടെ. അല്ലാ, കാലാകാലം അതാണ് സ്വർഗം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നല്ല ഇണജീവിതം നയിച്ച ഭാര്യ ഭർത്താക്കൾ, ആ സ്നേഹ ജീവിതം കണ്ട് വളർന്ന മക്കൾ, അത് കണ്ട് വളരുന്ന മക്കൾ, നമ്മളെ ജീവിതമൊക്കെ എന്താവണം? സ്നേഹത്തിലും സന്തോഷത്തിലും. അതാണ് മുഹമ്മദ് മുസ്തഫ. ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ പതിവായി ഓതേണ്ടത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിച്ചു കളയേണ്ട, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഓശാരമായി കിട്ടിയ ഒരു അവയവം മുറിച്ചു കളയേണ്ടതോ മാറ്റി വെക്കേണ്ടതോ ആയ രോഗം വരാതെ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ ആയത്തുൽ കുർസി പതിവാക്കണേ. ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് ആയത്തുൽ കുർസി പതിവാക്കണേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഫായിദയുള്ള, എത്രത്തോളം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലിയാര് കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ച് ഫാത്തിമ ഗർഭിണിയായി നബി തങ്ങൾ ദിവസം പോയി കാണാൻ പോകും മോളെ. എന്തുകൊണ്ട്? ഫാത്തിമ ബിവിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഉമ്മമ്മ എന്ന് വിളിക്കാൻ വല്യമ്മയില്ല, ഇത്താത്ത എന്ന് വിളിക്കാൻ ജ്യേഷ്ഠത്തിയില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ ആങ്ങളയില്ല. റസൂലുള്ളാഹിന്റെ മക്കളൊക്കെ വഫാത്തായിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഫാത്തിമ ബിബി മാത്രമല്ലേ ഉള്ളൂ. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഒരു ദിവസം റസൂലുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ രൂപം കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമന് മോളെ എപ്പോ വരാന്ന് പറഞ്ഞ് ഇറങ്ങി. നബി തങ്ങൾ പോയിട്ട് ഫാത്തിമൂന് പ്രസവത്തിന്റെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നബി തങ്ങൾ പുറത്തിറങ്ങിയിട്ട് അല്ലാഹ് 2 സഹോദരിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം, ഫാത്തിമു പ്രസവത്തിന് സമയമെടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് ആയത്തുൽ കുർസി ഓതണേ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, പ്രസവത്തിന് കിടക്കുന്ന മോളെടുത്ത് ആയത്തുൽ കുർസി ഓതിക്കോ, അത് കുട്ടിക്കും ഉമ്മാക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സിസേറിയൻ വർദ്ധിച്ച ഒരു കാലം ഇവിടെ നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗർഭിണികൾ കൂടുതലായി ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി നമുക്കൊരു സംരക്ഷണമാണ്, നമുക്കൊരു കൂട്ടുകാരനാണ്, നമുക്കൊരു തണലാണ്, നമുക്കൊരു തുണയാണ്. ഇനി ആയത്തുൽ കുർസി നമ്മളെ കാണുന്നത് നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ